നാളെ നടക്കാനിരിക്കുന്ന എൽ ക്ലാസിക്കോ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് ക്രൂഷ്യലാണ്. എന്താ പറയാ, ജീവൻ മരണ പോരാട്ടമാണ്, നിർണായകമാണ്. ജീവൻ മരണ പോരാട്ടം, ജീവൻ മരണ പോരാട്ടം മനസ്സിലാവല്ലോ. അപ്പൊ അത് ഡ്രസ്സിംഗ് റൂമിലായിരുന്നാണല്ലോ നമ്മള് കേട്ടത്. അല്ല, അത് നമുക്ക് നാളെ പിച്ചിൽ കൂടെ കാണാം. അത് നിങ്ങൾ തമ്മില ഇനിയിട്ടേക്കില്ലേ ഇപ്പൊ തന്നെ ഒരു 1 million ഫൈൻ അടിച്ചിട്ടുണ്ട്. ഒരു ടീമിന്റെ തോൽവി കാണാനായിട്ട് ഇത്രയും അധികം കാണികൾ ഒരേപോലെ ഒരുമിച്ച് കൂടുന്ന സ്റ്റേഡിയത്തിൽ അത് നാളെ ആയിരിക്കും. നാളെ ഈ പറഞ്ഞ പോലെ ആര് ചിരിക്കും ആര് കരയും എന്നുള്ളത് നമുക്ക് 90 മിനിറ്റിലെ ആ വിസിലിന് ശേഷം കാണാം. ഓക്കെ, ഞാൻ ആര് WWE സെലിബ്രേഷൻ കാണിക്കും എന്നുള്ളത് അത് മാത്രമാണ് എന്റെ ഒരു കൺസേൺ. കൊന്നിട്ട് പോടാ. കോച്ച് അൽവാറോ ഉണ്ടല്ലോ, ഇനിയെങ്കിലും മര്യാദയ്ക്ക് ഈ പറയുന്ന പോലെ തന്നെ പ്ലേയേഴ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാര്യത്തിലും എംബാപ്പയും വിനീഷ്യസ് ജൂനിയറിനെയും ഇറക്കുന്ന കാര്യത്തിലെങ്കിലും മറ്റേ ഇതിൽ പറയുന്ന പോലെ ബോൾസ് എന്ന് പറയുമല്ലോ കാണിച്ചുള്ള ഡിസിഷൻ എടുക്കുമോ? കാരണം ഇപ്പോ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഒന്നും നോക്കാനില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ താരങ്ങൾ ചിലർ പുള്ളിയോട് സംസാരിക്കുന്നില്ല, പുള്ളിയോട് ഡിസ്റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഈ പറയുന്ന പോലെ തന്നെ ജൂണിൽ പുള്ളിയെ തട്ടും എന്നുള്ള സാധനം വരുന്നുണ്ട്. അപ്പോഴെങ്കിലും ഒരു PR കോച്ചിൽ നിന്നും പുള്ളി മാറി കയറി വരുമോ നോക്കാം. എനിക്കൊരു പ്രതീക്ഷയില്ല. ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് കാണേണ്ടത്, ഞാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു. ആ നട്ടലിന് മറ്റേ സിദ്ദീഖറിന്റെ ഡയലോഗ് ഉണ്ട്, പാലയിലെ റബ്ബറിന്റെ പുള്ളിക്കാരൻ. നീ അത് പറയരുത്, എന്താണെന്നറിയോ? ഞാൻ പറയും. എന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് റയലിന്റെ ചില സമയത്തുള്ള ഈ മോസ് ബീജോട്ടുള്ള സാധനങ്ങൾക്കൊക്കെ പറയൂല്ലോ, മറ്റേ എന്താണ് ചാരമാണെന്ന് കരുതി മറ്റേ അത് ഈ അൽവാരോടെ സംഭവം വെച്ചിട്ടാണ് വന്നോണ്ടിരുന്നത്. അത് അരവലൊക്കെ ഓരോ സാധനം ഈ ആ നട്ടലിന് പാലയിലെ റബ്ബറിന്റെ വിലയെങ്കിലും വേണമെന്ന്. സത്യം പറഞ്ഞ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം, ഒരു പ്രതീക്ഷ. നീ ഇത് പറഞ്ഞിട്ടൊന്നും അത് നേരത്തെ മറ്റേ നീ ഇതല്ലല്ലോ നേരത്തെ പറഞ്ഞത്. നീ പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ രണ്ട് സൈഡ് ടാക്ടിക്കൽ നമുക്ക് ഏതോടാ. ഞാൻ പറയുന്നത് റയൽ മാഡ്രിഡ് നാണം കെട്ട് തോക്കില്ല. നാണം കെട്ട് തോക്കില്ല. ഇതെന്താന്നറിയോ? ഒന്നില്ലെങ്കിൽ ജയിക്കുന്നു പറ, അല്ലെങ്കിൽ നീ തോക്കൂന്ന് പറ. ഇത് രണ്ടും കൂടെ പറയരുത്. 90 മിനിറ്റിൽ തീപ്പൊരിയായി ഒരു ടീം പോരാടും. പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല, അത്രയും വിഷമമുണ്ട്. എനിക്ക് നീ നേരത്തെ പറഞ്ഞ ഒരു സാധനമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ സെലിബ്രേഷൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞു. എന്റെ ഒരു ഒറ്റ ആഗ്രഹമുള്ളൂ, 90 മിനിറ്റ് ബാഴ്സയ്ക്ക് എൽ ക്ലാസിക്കോ കളിക്കാൻ പറ്റണം. എന്താ കാര്യം? നമുക്ക് നമ്മുടെ പ്രശ്നം ഇത്. മറ്റേ ഇവിടെ പറയണ പോലെ നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും തല്ലി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നാളെ സാക്ഷി പറയാൻ ഞങ്ങൾ കൊണ്ടുവരും. ഇതിപ്പോ വലിയ പ്രശ്നമാവുന്ന്. ഞങ്ങക്ക് ലാലിക തൂക്കാനുള്ളതാണ്. സംഭവമുണ്ട്. എന്താണ് നമ്മുടെ കൂട്ടത്തില് പല പ്രശ്നവും ഉണ്ടാവും. പക്ഷെ നമ്മളാരെങ്കിലും ചൊറിയാമെന്ന് നമ്മളെങ്കിലും തിരിച്ചു. നിങ്ങളെ ഞങ്ങളല്ല ചൊറിയണം, നിങ്ങൾ തന്നെ ചൊറിയണം.